ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസണിലേക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് കോമണർ എൻട്രിയെ കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15 ആയിരുന്നല്ലോ. എന്നാൽ അപേക്ഷ നൽകിയതിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു വീഡിയോയിലൂടെ തന്നെ ചർച്ച ചെയ്യാം കേട്ടോ. നിങ്ങൾ ബിഗ് ബോസ് കോമണർ എൻട്രിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസാനം വരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. കാരണം നിങ്ങളുടെ സെലക്ഷനെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീഡിയോയുടെ ഭാഷാ അപേക്ഷയുടെ ഭാഗമായിട്ട് അയക്കുന്ന ഒരു വീഡിയോ അത് മലയാളത്തിലായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് ഭാഷയിൽ കലർത്തിയ രീതിയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മലയാളം ബിഗ് ബോസിനുള്ള അപേക്ഷയാണ് എന്നതിനാൽ നിങ്ങളുടെ വ്യക്തിത്വവും ആശയവിനിമയ ശേഷിയും മലയാളത്തിലൂടെ തന്നെ അവതരിപ്പിക്കുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. അതിനാല് നിങ്ങൾ ഇംഗ്ലീഷിൽ വീഡിയോ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ നിയമങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ വീണ്ടും ഒരു മലയാളം വീഡിയോ തയ്യാറാക്കി അപേക്ഷ നൽകുന്നത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യ ഇംപ്രഷൻ അത് വളരെ പ്രധാനമാണ് കേട്ടോ. 3 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് ലഭിക്കുന്നതും. ഈ ഒരു 3 മിനിറ്റിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോലി എന്നിവ മാത്രം പറഞ്ഞ് വീഡിയോ അവസാനിപ്പിച്ചാൽ അത് മറ്റുള്ള ആയിരക്കണക്കിന് അപേക്ഷകളിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്നില്ല. അതിൽ എന്താണ് നിങ്ങളെ പ്രത്യേകമാക്കുന്നത്? നിങ്ങളുടെ കഥ എന്താണ്? നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത എന്താണ്? ഇതൊക്കെയാണ് ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പ്രകടമാക്കേണ്ടതിന്. ജെന്യൂൻ ആയിരിക്കുക, പക്ഷെ ശ്രദ്ധേയനാകുക. പലരും ഞാൻ സ്വാഭാവികമായി സംസാരിക്കും എന്ന് കരുതും, പക്ഷെ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ എനർജി, ആത്മവിശ്വാസം, സംസാരശൈലി എന്നിവയും അവിടെ കാണിക്കേണ്ടതുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി മാത്രം നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ തുറന്നു പറയുക. നിങ്ങൾ ആരാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ പ്രേക്ഷകരെ അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെ നടക്കും? ഔദ്യോഗിക വിവരങ്ങൾ മുഴുവനായിട്ടും പുറത്തു വന്നില്ലെങ്കിൽ പോലും സാധാരണയായിട്ട് നിരവധി ഘട്ടങ്ങളിലൂടെയാണ് മത്സരാർത്ഥികൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യ ഘട്ടങ്ങളിൽ അപേക്ഷകരുടെ വീഡിയോയും വ്യക്തിത്വവുമാണ് പ്രധാനമായിട്ട് ഇവിടെ വിലയിരുത്തപ്പെടുന്നതും. അതിനാലെ ആദ്യ വീഡിയോ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവണം. വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം? ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വ്യത്യസ്ത അനുഭവം, നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, സമൂഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ടാലന്റുകൾ, നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇവയെല്ലാം വളരെ അട്രാക്റ്റീവായ രീതിയിൽ നിങ്ങളിവിടെ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപേക്ഷിച്ച് അവർക്ക് ഒരു നിർദ്ദേശം, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ഒന്നിലധികം തവണ നിങ്ങൾ അതിനെ പറ്റി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രധാനമായിട്ടും സൗണ്ട്, അതേപോലെ ലൈറ്റ്, വീഡിയോ ക്വാളിറ്റി എന്നിവ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ആദ്യ ഇംപ്രഷൻ സൃഷ്ടിക്കുന്നത് തന്നെ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. അവസാനമായിട്ട് ബിഗ് ബോസ് പോലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപേക്ഷ ഒരു ഫോർമാലിറ്റി കാണാതെ മികച്ച രീതിയിൽ തയ്യാറാക്കി സമർപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.